ഇത് കലാകാരന്മാർക്ക് നൽകുന്ന ഒരു സ്പേസാണ്. കാരണം അവരുടെ ആശയങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്, കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ, ഞങ്ങളെല്ലാം ഇതിൻ്റെ ഒരു ഫിലിം ഫ്രട്ടേണിറ്റിയെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു സ്പേസ് ആയിട്ടത് മാറുന്നു. IFFKയുടെ ഒരു പ്രത്യേകത, IFFK ഒരു പ്രദർശനശാലയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. IFFK ആളുകൾ പണം കൊടുത്തിട്ട് സിനിമ കണ്ട് തിരിച്ചു പോകുന്ന ഒരു ഒരു മുതലാളിത്ത സംസ്കാരത്തിൻ്റെതായിട്ടുള്ള കലയെ മുതലാളിത്ത സംസ്കാരവുമായി ചേർത്ത് വെക്കുന്നതല്ല, മറിച്ച് ഒരു കളക്റ്റീവ് ബിൽഡ് ചെയ്യുന്ന ഒരു ഇടമായിട്ടാണ് ഇൻട്രാക്റ്റീവ് ആകുന്ന ഒരു കളക്റ്റീവ് ബിൽഡ് ചെയ്യുന്ന ഒരു ഇടമായിട്ട് ആളുകൾ പല കാര്യത്തിനും ഇവിടെ ഒത്തുചേരുന്നുണ്ട്. ഈ സിനിമകൾ അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളതൊന്നല്ല ഇവരുടെ ഒരു പ്രശ്നം. ആളുകൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഗ്രേറ്റ് ഡിറ്റക്ടർ ആളുകൾക്ക് കാണാൻ വേണ്ടി പറ്റാത്തൊരു പ്രയാസമൊന്നുമില്ലല്ലോ. പക്ഷെ അതിനെക്കുറിച്ചുള്ള ഓർമ്മ പോലും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചെറിയ ചർച്ച പോലും ഈ ഫാഷിസ്റ്റ് ഭരണകൂടത്തെ അസ്വസ്ഥമാക്കുന്നതാണ് കലക്ക് മുകളിൽ നിന്നൊരു ആക്രമണം. നമ്മുടെ ഈ സിനിമയുടെ ഈ 19 സിനിമകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം ഇന്നലെ ഒരു പൊതുപ്രതികരണം പോലെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ പ്രശ്നം എനിക്കറിയാം, സീറ്റ് റിസർവ് ചെയ്തിട്ട് ഇവർക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ആകുലതയാണ് ആൾക്കാർക്കുള്ളത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് വിഷയം അഡ്രസ്സ് ചെയ്യാതെ പോകുന്നൊരു ബുദ്ധിമുട്ട് നമുക്ക് ഇന്നലെ നേരിട്ടു. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു പ്രശ്നം? അതിൽ കൂടുതൽ കൺസേൺ ലഭിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രശ്നം ഒന്ന്, ഇതിൻ്റെ ഒരു കേന്ദ്രം എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ ആളുകൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. IFFK എന്നുള്ളൊരു ഐഡിയ തന്നെ കേരളത്തിൽ ആരംഭിക്കുന്നത് കേരള സമൂഹത്തിൻ്റെ ഒരു ജനാധിപത്യവൽക്കരണമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും കൂടിയാണ്. അതായത് കല എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്, ആനന്ദമാണ്. മാത്രമല്ല കലാപരമായിട്ടുള്ള ആവിഷ്കാരങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അത് വാല്യൂ ചെയ്യപ്പെടേണ്ടതാണ് എന്നൊക്കെയുള്ള ആശയങ്ങൾ IFFKയുടെ പിറകിലുണ്ട്. സിനിമ കാണുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ആ ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു അജണ്ട കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതൊരു വലതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു ഇടപെടലും ശ്രമമൊക്കെ കൂടിയാണ്. ഇത് മനസ്സിലാക്കാതെ IFFKയിൽ വന്നാൽ നമ്മൾ ഏത് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഉള്ളത് എന്നുള്ളത് ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ല. ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് സിനിമ കാണുക എന്നുള്ള അങ്ങനെ പ്രയാസമുള്ളൊരു കാര്യമല്ല. ഇഷ്ടമുള്ള സിനിമകൾ കാണാൻ പല പ്ലാറ്റ്ഫോമുകളുണ്ട്, പല ഇടങ്ങളുണ്ട്, പല വഴികളും ഇന്നത്തെ കാലത്തുണ്ട്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഒരു 10 വർഷം മുമ്പ് ഇങ്ങനെ ആയിരിക്കില്ലെന്നില്ല. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു സംവിധാനം തുടർന്നു പോകണം എന്നുള്ളത് ആളുകൾ വിചാരിക്കുകയും തുടർന്നു പോവുകയും ചെയ്യുന്നത്? കാരണം അത് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു പ്രതിരോധത്തിൻ്റെ തലമാണ്. അത് മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് സിനിമക്ക് മുകളിൽ വിലക്ക് ഏർപ്പെടുത്തുന്നതിനെ ബുക്ക് ചെയ്തവർക്ക് ഉണ്ടാകുന്ന കേവലമായിട്ടുള്ള ചില പ്രയാസങ്ങൾ മാത്രമായിട്ട് കാണുകയും അത് ഒരു സാമൂഹിക പ്രശ്നമായിട്ട് കാണാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ 19 ലിസ്റ്റ് നോക്കുമ്പോഴേ 19 സിനിമ ലിസ്റ്റ് നോക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ആദ്യ ഉദ്ഘാടന ചിത്രം എന്നുള്ള വലിയ പ്രാധാന്യം അർഹിക്കുന്ന പാലസ്തീൻ 36 ഉണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിറ്റക്ടർ ഉണ്ട്. അപ്പോൾ അതിൽ പല സിനിമകളും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള പൊട്ടംകി പോലുള്ള ചിത്രങ്ങൾ എല്ലായിടത്തും ലഭ്യമാണ്. അപ്പോൾ ഇതുപോലും അല്ലെങ്കിൽ ഈ പറഞ്ഞ വിലക്ക് ഏർപ്പെടുന്ന ഒരു ഘട്ടം വരുന്നു. അതിലൊരു വിരോധാഭാസമല്ലേ ശരിക്കും പറഞ്ഞാൽ? അതിൽ വിരോധാഭാസം എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെല്ലായിടത്തും ഫാഷിസം അല്ലെ അധിനിവേശ ശക്തികൾ, കൊളോണിയൽ ശക്തികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഒരു ജനതയ്ക്ക് മുകളിൽ ആയുധം ഉപയോഗിച്ചിട്ട് ആധിപത്യം നേടുമ്പോൾ തന്നെ സാംസ്കാരികമായിട്ട് ആ ജനതയെ ഇറേസ് ചെയ്യാൻ കൂടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു. അതായത് ആയുധം ഉപയോഗിക്കുമ്പം, സൈന്യത്തെ ഉപയോഗിക്കുമ്പോൾ, അധികാരം ഉപയോഗിക്കുന്ന അതേ പ്രോസസ്സിൽ തന്നെ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഏത് ജനതയാണോ അടിച്ചമർത്തപ്പെടുന്നത്, അധിനിവേശത്തിന് ഇരകളാകുന്നത്, അവരുടെ ചരിത്രത്തെ, അവരുടെ സംസ്കാരത്തെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റുക എന്നുള്ളൊരു പ്രൊജക്റ്റ് എല്ലായിടത്തും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ ഗസൻ കനഫാനി, പലസ്തീനിയൻ റൈറ്ററും അവിടുത്തെ സാംസ്കാരിക പ്രവർത്തകനും ഒക്കെ ആയിരുന്ന, പിന്നീട് കൊല്ലപ്പെട്ട 36-ാമത്തെ വയസ്സിൽ കൊല്ലപ്പെട്ട പലസ്തീനിയൻ സമരത്തിൻ്റെ ഒരു വലിയ മുഖമാണ് ഗസൻ കനഫാനി പറയുന്നുണ്ട് പല ഇടങ്ങളിലും എത്രത്തോളം അവിടെ നടക്കുന്ന മനുഷ്യരുടെ സായുധ സമരങ്ങൾ ആ സമരത്തോനേക്കാൾ ഒട്ടും പ്രാധാന്യം കുറഞ്ഞതല്ല സാംസ്കാരികമായിട്ട് നടക്കുന്ന സമരങ്ങളെന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലസ്തീൻ്റെ വിഷയം എടുത്തു കഴിഞ്ഞാൽ പലസ്തീനിൽ നടക്കുന്ന ഒരു സയനിസ്റ്റ് പ്രൊജക്റ്റ്, ആ സയനിസ്റ്റ് പ്രൊജക്റ്റിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അവിടുത്തെ പലസ്തീൻ ചരിത്രത്തെ പൂർണ്ണമായിട്ടും ഇറേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം പലസ്തീൻ പ്രൊജക്റ്റിൻ്റെ തന്നെ വാചകങ്ങളിലൊന്ന്, അവർ പ്രൊപ്പഗേറ്റ് ചെയ്ത വാചകങ്ങളിലൊന്ന് ലാൻഡ് വിത്തൗട്ട് പീപ്പിൾ ആൻഡ് പീപ്പിൾ വിത്തൗട്ട് ലാൻഡ് എന്നുള്ളതാണ്. അതായത് ജനങ്ങളില്ലാത്ത ഭൂമി, ഭൂമിയില്ലാത്ത ജനങ്ങൾ. അപ്പോൾ ഭൂമിയില്ലാത്ത ജനങ്ങളാണ് ആര്? ഈ
ഇതിനെ കോളനിയാക്കി മാറ്റിയവർ. പലസ്തീൻ എന്ന് പറയുന്ന നാട്ടിന് ചരിത്രമോ ജനങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് അവിടുത്തെ സംസ്കാരം എന്ന് പറയുന്നത്, കനഫാനി പറയുന്നത്, ഇപ്പം മുഹമ്മദ് ബക്രിയെ പോലെയുള്ള ഫിലിം മേക്കേഴ്സ്, പലസ്തീനിയൻ ഫിലിം മേക്കേഴ്സ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ സാംസ്കാരികമായിട്ടുള്ള എല്ലാ ആവിഷ്കാരങ്ങളും ഞങ്ങളുടെ ജനങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയും ഞങ്ങളുടെ ചരിത്രവും ഞങ്ങളുടെ ജീവിതവും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഇറേസ് ചെയ്യുക എന്നുള്ള പ്രൊജക്റ്റ് കൂടി സയനിസ്റ്റ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടാകുന്ന എല്ലാ സിനിമകളാകട്ടെ, കവിതകളാകട്ടെ, നോവലുകളാകട്ടെ, മുഹമ്മദ് ബക്രി പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ എഴുതുന്ന നോവലുകളും തയ്യാറാക്കുന്ന ഡോക്യുമെൻ്ററികളും എൻ്റെ സിനിമകളും എൻ്റെ ജനതയുടെ കഥ പറയുന്നതാണ്, എൻ്റെ ഐഡൻറ്റിറ്റി രേഖപ്പെടുത്തി വെക്കുന്നതാണ്. ഞാൻ അങ്ങനെയാണ് ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു ജനത അവർക്ക് ചരിത്രമേ ഇല്ലായിരുന്നു, അവർ നിലനിന്നിട്ടേ ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സംസ്കാരത്തെ ഉപയോഗിക്കുക എന്നതാണ് സയനിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരുന്നത്, ഫാഷിസ്റ്റുകളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ ആരുടെ പക്ഷത്ത് നമ്മൾ നിൽക്കുമെന്നുള്ളതാണ് ചോദ്യം. ഇതിൽ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ ഭരണകൂടവും സയനിസ്റ്റുകളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഈ സിനിമകൾ അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളതൊന്നല്ല ഇവരുടെ ഒരു പ്രശ്നം. ആളുകൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഗ്രേറ്റ് ഡിറ്റക്ടർ ആളുകൾക്ക് കാണാൻ വേണ്ടി പറ്റാത്തൊരു പ്രയാസമൊന്നുമില്ലല്ലോ. പക്ഷെ അതിനെക്കുറിച്ചുള്ള ഓർമ്മ പോലും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചെറിയ ചർച്ച പോലും ഈ ഫാഷിസ്റ്റ് ഭരണകൂടത്തെ അസ്വസ്ഥമാക്കുന്നു എന്നുള്ളിടത്താണ് കലക്ക് മുകളിലുള്ള ഒരു ആക്രമണം സംഭവിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പം OTT-കളുടെ കൂടി കാലമാണ്. നമ്മൾ സിനിമകൾ നോക്കുമ്പം IFFI ഉൾപ്പെടെ പ്രൊപ്പഗൻഡ ചിത്രങ്ങൾക്ക് വലിയൊരു വിസിബിലിറ്റി കിട്ടുന്നു. മുഖ്യധാര നടന്മാർ പലരും പ്രൊപ്പഗൻഡ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അവാർഡും കാര്യങ്ങളൊക്കെ അതൊരു മറുവശമാണ്. എങ്കിൽ പോലും പ്രൊപ്പഗൻഡ ചിത്രങ്ങൾ ഇറങ്ങുന്നതിന് സമാന്തരമായിട്ട് തന്നെ OTT കാലത്ത് വെബ് സീരീസുകൾ പലതും സംഘവിരുദ്ധമായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രതീക്ഷ തന്നെയല്ലേ? തീർച്ചയായിട്ടും ലോകത്തെല്ലായിടത്തും കലാകാരന്മാർ ഈ സമരത്തിൻ്റെ ഭാഗം തന്നെയാണ്. കലാപരമായിട്ടുള്ള ആവിഷ്കാരങ്ങളെല്ലാം ഭാഗം തന്നെയാണ്. നമ്മൾ 2 സിനിമകൾ ഈ അടുത്ത കാലത്ത് വന്ന പല സിനിമകളും പല ചർച്ചകളിലും നമ്മുടെ മുന്നിലുണ്ടെങ്കിലും, ഒന്ന് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗാൻഡ സിനിമ ആണ്. ആ പ്രൊപ്പഗാൻഡ സിനിമ എങ്ങനെയാണ് ഇന്ത്യൻ ഭരണകൂടം പ്രൊമോട്ട് ചെയ്തത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, യാതൊരു തരത്തിൽ കലാപരമായിട്ട് മൂല്യവുമില്ലാത്ത ഒരു സിനിമയെ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് അധികാരവർഗം എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നുള്ളത് നമ്മൾ ഒരു ഭാഗത്ത് കണ്ടിട്ടുണ്ട്. അതേ ഭരണകൂടമാണ് ഇന്ത്യയിൽ സർദാർ ഉദ്ധം എന്ന് പറയുന്ന ഒരു സിനിമ. സർദാർ ഉദ്ധം എന്ന സിനിമ ഇന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു ചരിത്രം കൃത്യമായി രേഖപ്പെടുന്ന ഒരു സിനിമ, അതിൻ്റെ ഒരു ഏട് രേഖപ്പെടുന്ന ഒരു സിനിമ. ആ സിനിമ ഓസ്കാറിൽ അയക്കാതിരിക്കാൻ കാരണമായി പറഞ്ഞത്, ആ സിനിമ കണ്ടാൽ ഇന്നത്തെ ബ്രിട്ടീഷുകാർക്ക് വിഷമായി പോകും. എന്തിനാണ് ചരിത്രം പറഞ്ഞവരെ വിഷമിപ്പിക്കുന്നതെന്നാണ്. അതായത് ചരിത്രം നിങ്ങൾ പറയരുത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ചരിത്രം മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളൊരു ഒരു നിലപാടാണ് ഇതിൻ്റെ ഭാഗം. അത് തന്നെയാണ് എല്ലാ സിനിമകളും, ലോകത്തെ എല്ലാ ഫാഷിസ്റ്റ് വിരുദ്ധ സിനിമകളും, അധിനിവേശത്തിനെതിരായിട്ടുള്ള എല്ലാ സിനിമകളും എല്ലാ ഫാഷിസ്റ്റുകളെയും പ്രകോപിപ്പിക്കും, അവരെ ഭയപ്പെടുത്തും എന്നുള്ളതാണ്. പലസ്തീൻ സിനിമ നമ്മൾ കാണുന്നത് പലസ്തീനിലെ സമരത്തോട് ഐക്യപ്പെടാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് തന്നെ ഉള്ളിലുള്ള അധിനിവേശ വിരുദ്ധ ബോധത്തെ ഊട്ടിയുറപ്പിക്കാൻ കൂടിയാണ്, അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കൺമുന്നിൽ നടക്കുന്ന അനീതിക്കെതിരായൊരു ബോധത്തെ നിർമ്മിക്കുക എന്നുള്ളത് കൂടിയാണ് ഒരു പലസ്തീൻ സിനിമ, പലസ്തീൻ വിഷയത്തെ രേഖപ്പെടുന്ന സിനിമ ഇവിടുത്തെ കലാകാരന്മാർ പ്രേക്ഷകരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരതിനെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നിൽക്കുകയും ചെയ്യും. നമ്മൾ ഇപ്പം സിനിമകളുടെ കാര്യം പറയുമ്പോൾ, ഇപ്പം ഹാൽ സിനിമ സെൻസറിങ്ങായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് നേരിട്ടപ്പം കൂടുതൽ ചർച്ചയായി. സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു സിനിമയുണ്ടെന്ന് അങ്ങനെ പലതരത്തിൽ പോയി. ഇപ്പം എമ്പുരാനൊക്കെ ആ രീതിക്ക് സെൻസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായ സിനിമയാണ്. ഈ സിനിമയ്ക്ക് കിട്ടുന്ന ഒരു വിസിബിലിറ്റി അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പലപ്പോഴും മറ്റ് ഇപ്പം ദൃശ്യമാധ്യമങ്ങളാണെങ്കിൽ പോലും നോക്കുമ്പോൾ നമ്മൾ ഡോക്യുമെൻ്ററീസ്, റീസൺ പോലെയുള്ള ആൻപത്മത്തിൻ്റെ ഡോക്യുമെൻ്ററീസ് പോലും പലപ്പോഴും നിരോധനം നേരിടുമ്പം വളരെ ചുരുക്കം പേരിലേക്ക് മാത്രമാണ് ഇതെത്തുക. ചിലപ്പം DFI പോലുള്ള യുവജന സംഘടനകൾ അത് സ്ക്രീൻ ചെയ്യുമെന്നുള്ള രീതിയിലേക്ക് മാറുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് ചർച്ചയാകുന്നില്ല എന്നുള്ള ഒരു പോരായ്മയല്ലേ? അത് എനിക്ക് തോന്നുന്നു ഒന്ന് സിനിമയുടെ ജനകീയതയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമായിരിക്കും അത്. കാരണം കൂടുതൽ ആളുകൾ കാണുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു മാധ്യമം എന്നുള്ള നിലയിൽ സിനിമക്കുള്ള ജനകീയത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറും. രണ്ടാമത്തൊരു കാര്യം, ഇതിനെല്ലാം എതിരായിട്ടുള്ളൊരു ജാഗ്രത. ഇത് ഒറ്റപ്പെട്ടൊരു സാധനമല്ല, അത് കലക്ക് മുകളിൽ മാത്രം നടക്കുന്ന ഒരു ഇടപെടലായിട്ടല്ല ഇതിനെ കാണേണ്ടത്. ഡോക്യുമെൻ്ററികൾക്ക് മുകളിലുണ്ട്, എഴുത്തുകൾക്ക് മുകളിലൊക്കെ ഉണ്ട്. കുറച്ചുകൂടി വിശാലമായിട്ട് കണ്ടു കഴിഞ്ഞാൽ
ഉദാഹരണത്തിന് ഇന്ത്യയിൽ എത്ര നഗരങ്ങളുടെ പേരാ മാറ്റിക്കൊണ്ടിരിക്കുന്നത്? ഉം. ഇന്ത്യയിൽ പേര് മാറ്റുന്നതിന്റെ കാരണമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യം എന്താ? ഒന്ന്, ഇത് എല്ലാം വൈദേശികമാണ്, ഉറുദുവിൽ നിന്നുള്ളതാണ്, പേർഷ്യൻ നെയിമുകളാണ്. അപ്പൊ ഇന്ത്യനൈസ് ചെയ്യുക എന്നുള്ളതാണ് അജണ്ട. ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ നടക്കുന്നുണ്ട്. ഇതേ പ്രൊജക്റ്റ് സയനിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് പലസ്തീൻ നഗരങ്ങളുടെ, എത്രയോ നഗരങ്ങളുടെ, ഗ്രാമങ്ങളുടെ, അതുപോലെ തന്നെ അവിടുത്തെ തെരുവുകളുടെ ഒക്കെ പേരുകൾ മാറ്റി ജൂത പേരുകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് ആ ചരിത്രത്തെ മുഴുവൻ അടർത്തി മാറ്റുക എന്നുള്ളതാണ്. ഇതിൻ്റെ വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർദാർ ഉദ്ധം എന്ന് പറയുന്ന സിനിമ ഓസ്കാറിന് ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ട് അയക്കാൻ തയ്യാറാകാത്ത അതേ ഭരണകൂടമാണ് ഉറുദുവിലുള്ള പേര്, നഗരങ്ങളുടെ പേര് വെട്ടിമാറ്റുന്നത്. നഗരത്തിൻ്റെ ഒരു പേര് മാറ്റുന്നതോടുകൂടി സംഭവിക്കുന്ന ഒരു ചരിത്രത്തെ കൂടി മറച്ചു വെക്കാനുള്ള ഒരു ശ്രമമൊക്കെയാണ് നടക്കുന്നത്. ഇതേ ഉറുദു ഭാഷയിലാണ് ഭഗത് സിംഗ് തൻ്റെ കോടതി വിചാരണയിൽ 5 ഭാഷകൾ അറിയുമായിരുന്ന ഭഗത് സിംഗ് ഏറ്റവും കൂടുതൽ കോടതി മുറിയിൽ സംസാരിക്കാൻ തിരഞ്ഞെടുത്തത് ഉറുദു ഭാഷയായിരുന്നു. കാരണം ആ വിചാരണ നടക്കുന്നത് ലാഹോറിലാണ്. വിചാരണ ജഡ്ജിയോട് സംസാരിക്കുക എന്നുള്ളതായിരുന്നില്ല ഭഗത് സിംഗിന്റെ ലക്ഷ്യം, ജനങ്ങളോട് സംസാരിക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും നല്ല ഭാഷ, ഏറ്റവും പെട്ടെന്ന് തൻ്റെ ആശയം ജനങ്ങൾക്കിടയിലേക്ക് പടരാൻ സഹായിക്കുക ഉറുദുവാണ് എന്ന തിരിച്ചറിവിലാണ്. എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിലെ ഏറ്റവും തീക്ഷ്ണമായ ഒരു അനുഭവത്തിൻ്റെ സംവേദന മാധ്യമമായിരുന്ന ഭാഷയാണ് ഉറുദു എന്ന് പറയുന്നത്. ആ ഉറുദുവിലാണ് സാരേ ജഹാൻ സേ അച്ഛാ എഴുതപ്പെട്ടിട്ടുള്ളത്. പേർഷ്യൻ ഭാഷയുടെ പ്രത്യേകത എന്താ? പേർഷ്യൻ ഭാഷ അംബേദ്കർ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് സംസ്കൃതം പഠിക്കാൻ വേണ്ടി പോയ അംബേദ്കറെ ബ്രാഹ്മണനായ ജാതിവാദിയായ അധ്യാപകൻ അദ്ദേഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. കാരണം തൊട്ടുകൂടാത്തവനാണ് അംബേദ്കർ എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് മഹർജാതിയിൽപ്പെട്ട അംബേദ്കറെ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല ബ്രാഹ്മണനായിട്ടുള്ള അധ്യാപകൻ സംസ്കൃതം പഠിപ്പിക്കാൻ. അംബേദ്കർ പഠിച്ചത് പേർഷ്യൻ ഭാഷയാണ്. പിന്നീടാണ് അംബേദ്കർ സംസ്കൃതം പഠിക്കുന്നത്. ഈ പേർഷ്യൻ ഭാഷയിലേക്കാണ് ഇന്ത്യയിലുള്ള മഹാഭാരതമാണെങ്കിലും രാമായണമാണെങ്കിലും എല്ലാം ആദ്യമായിട്ട് തർജ്ജമ ചെയ്യപ്പെടുന്നത് ഈ പേർഷ്യൻ ഭാഷയിലേക്കാണ്. അതായത് ഇതിനേക്കാൾ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് ഇന്ത്യൻ ജനതയുമായിട്ട്, ഇന്ത്യയുടെ സമരങ്ങളുമായിട്ട്, ഇന്ത്യൻ ജനതയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഈ ഭാഷകൾ എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുന്നിൽ. പക്ഷെ ഇതെല്ലാം ഇറേസ് ചെയ്യപ്പെടുന്നതോടുകൂടി എന്താ സംഭവിക്കുക? കൾച്ചറിന് ഒരു പ്രത്യേകതയുണ്ട്. കൾച്ചറിനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കള്ളിയിലേക്ക് മാത്രമായിട്ട് നമുക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി പറ്റും. അത് പടരുന്നതാണ്, അത് കലരുന്നതാണ്, അത് പല ആശയങ്ങളെയും ചേർത്ത് വെക്കുന്നതാണ്, അത് അതിരുകളില്ലാത്ത ഒന്ന് ആണ്. അതിനെയാണ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾ വളരെ ഗൗരവത്തോടു കൂടിയിട്ട് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന മാധ്യമങ്ങളിലൊന്നാണ് ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്. ഡോക്യുമെൻ്ററികൾക്ക് മുകളിൽ ഇതേ ശ്രമം നടക്കുന്നുണ്ട്, എഴുത്തുകൾക്ക് മുകളിൽ നടക്കുന്നുണ്ട്, സെൻസർഷിപ്പിൻ്റെ പലതരത്തിലുള്ള മുഖങ്ങളും വരുന്നു. സിനിമയ്ക്ക് മുകളിൽ വരുന്നതിൻ്റെ അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ ഒരു വലിയ ജനകീയതയായിട്ട് മാറും. പിന്നെ ഒരു കാര്യങ്ങളുള്ള, ഇപ്പം സിനിമകൾക്ക് അപ്പുറത്തേക്ക് ഇപ്പം സിനിമയുടെ സ്ക്രീനിങ് നടക്കുന്നു, അതിന് വലിയ പാക്കേജുകൾ വരുന്നു, അതിനപ്പുറത്തേക്ക് ഇപ്പം മീറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ ഈ പറഞ്ഞ വേറെ സെഷനുകളൊക്കെ ചർച്ചകളുടെ ഭാഗമാകുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ കുറേ കൂടി ഇപ്പം സിനിമാ പ്രവർത്തകരെ അവർ കുറേ കൂടി ബോധവാന്മാരാകുന്നു, അതുപോലെ തന്നെ പ്രേക്ഷകരും കൂടുതൽ ഒരു സിനിമാ ധാരണ അവരിലേക്ക് എത്തുന്നൊരു തോന്നലില്ലേ? IFF ഇല്ലാതെ പോകുന്നത് പലപ്പോഴും ഇതാണെന്ന് കേട്ടിട്ടുണ്ട്. ഒന്ന്, ഇത് കലാകാരന്മാർക്ക് നൽകുന്ന ഒരു സ്പേസാണ്. കാരണം അവരുടെ ആശയങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്, കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞങ്ങളെല്ലാം ഇതിൻ്റെ ഒരു ഫിലിം ഫ്രട്ടേണിറ്റിയെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു സ്പേസായിട്ട് അത് മാറുന്നുണ്ട്. 2, കലാകാരന്മാരുടെ ശബ്ദം കേൾപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടുള്ള ആളുകൾ പല ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കും സിനിമകളും ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അത് സംസാരിക്കാൻ വേദി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ആണ്. ആ അർത്ഥത്തിൽ ഒരു ഫ്രട്ടേണിറ്റി ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട, അതായത് ഇതൊരു പ്രദർശനശാലയല്ല. IFFKയുടെ ഒരു പ്രത്യേകത, IFFK ഒരു പ്രദർശനശാലയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. IFFK ആളുകൾ പണം കൊടുത്തിട്ട് സിനിമ കണ്ട് തിരിച്ചു പോകുന്ന ഒരു മുതലാളിത്ത സംസ്കാരത്തിൻ്റെതായിട്ടുള്ള കലയെ മുതലാളിത്ത സംസ്കാരവുമായി ചേർത്ത് വെക്കുന്നതല്ല, മറിച്ച് ഒരു കളക്റ്റീവ് ബിൽഡ് ചെയ്യുന്ന ഒരു ഇടമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു ഇൻട്രാക്റ്റീവ് ആകുന്ന, ഒരു കളക്റ്റീവ് ബിൽഡ് ചെയ്യുന്ന ഒരു ഇടമായിട്ട് ആളുകൾ പല കാര്യത്തിനും ഇവിടെ ഒത്തുചേരുന്നുണ്ട്. ചില സിനിമ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് ആളുകൾ. അതായത് സംസ്കാരം മനുഷ്യരുടെ ഒരു ആനന്ദത്തിൻ്റെ ഒരു സ്പേസ് ആക്കിയിട്ട് മാറുന്നുണ്ട്. എനിക്ക് ഓർമ്മ വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൽഹിയിലുള്ള ലെഫ്റ്റ് വേർഡ് ബുക്സ് അവിടെ എഴുതി വെച്ചിട്ടുള്ള ഒരു വാചകം ഉണ്ട്. അവരുടെ ബുക്ക് സ്റ്റോറിൽ പോയി, മേഡേ ബുക്ക് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്,
വി ആർ നോട്ട് മേക്കിംഗ് കമ്മോഡിറ്റീസ്, വി ആർ ബിൽഡിംഗ് കമ്മ്യൂണിറ്റീസ് എന്നുള്ളതാണ്. ഞങ്ങൾ ചരക്കുകളല്ല ഉണ്ടാക്കുന്നത്, ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു കളക്റ്റീവിനെ ബിൽഡ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. അതിന് അവിടെ പുസ്തകങ്ങൾ ഉപയോഗിക്കുന്നു, ഇവിടെ സിനിമ അതിൻ്റെ ഒരു മാധ്യമമായി മാറുന്നു. ഈ ലക്ഷ്യം ഇല്ലാതായി കഴിഞ്ഞാൽ ഒരു കേവലം ഒരു പ്രദർശന മേള മാത്രമായിട്ട് ഇത് മാറും. ഇതൊരു മാർക്കറ്റായിട്ട് വാണിജ്യവൽക്കരിക്കപ്പെടുന്നു. അങ്ങനെ